ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ആലുവ മേഖലയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്നും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത്. ആലുവ കീഴ്മട ഇറാം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം അസോസിയേഷൻ എറണാകുളം ജില്ലാ ട്രഷററും സ്റ്റേറ്റ് ബോർഡ് മെമ്പറുമായ ജിബി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ആലുവ മേഖല വളരെ വളർന്നു പന്തലിച്ച് ഇപ്പോൾ തന്നെ 26 പേരുണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. ആദ്യമൊക്കെ ഒരു മേഖല രൂപീകരിക്കുമ്പോൾ 10-15 പേര് വേണം ഒരു മേഖല രൂപീകരിക്കാൻ. ഈ 15 പേരെ കണ്ടുപിടിക്കുക എന്ന് തന്നെ പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ആലുവ മേഖല നമ്മുടെ സ്ഥാപിയുടെ നേതൃത്വത്തിൽ ഒരു മേഖല രൂപീകരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ 10-20 മേലെ 26 പേരെന്ന് പറഞ്ഞാൽ നല്ലൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മേഖലയെ ഇതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടു നടക്കേണ്ട ചുമതല ഇതിന്റെ PSCക്കുണ്ട്, രക്ഷാധികാരിക്കുമുണ്ട്. അത് കോർത്തിണക്കിക്കൊണ്ട് ഒരു മാലയിലെ മുത്തുകൾ പോലെ അതിനെ കോർത്തിണക്കി അതിനെ കണ്ണികൾ വിച്ഛേദിച്ചു പോകാതെ വളരെയധികം കാത്തുസൂക്ഷിച്ച് കൊണ്ടു നടക്കണം. AKCA ആലുവ മേഖലാ പ്രസിഡന്റ് KR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് ഫൈസൽ ഇഫ്താർ സന്ദേശം നൽകി. അപ്പോൾ നൊയമ്പ് അല്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത് ഒരാൾ ഇഷ്ടത്തോടു കൂടി ത്യാഗത്തിന് സന്നദ്ധമാകുന്നത് കൊണ്ടാണ് ആ പേര് അതിന് വരുന്നത്. മറ്റൊരാൾ അടിച്ചേൽപ്പിച്ച് ഒരാൾക്ക് നോമ്പുകാരനാവാൻ കഴിയില്ല. ആ നോമ്പിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല. ഇതൊരു പരിശീലനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മസംസ്കരണത്തിന്റെ വഴിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒരാൾ സ്വയം ത്യാഗത്തിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഈ നോമ്പ് എന്ന വാക്ക് അഥവാ നൊയമ്പ് ഇതിന് പര്യായമായി പ്രയോഗിക്കുന്നത്. അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആൻസർ റൊസാരിയോ, വൈസ് പ്രസിഡന്റ് അയ്യൂബ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KP ചെറിയാൻ, സാവിയോ ലൂയിസ്, ആലുവ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്യാം പത്മനാഭൻ, മേഖലാ സെക്രട്ടറി ഉമ്മർ ഖാൻ, ട്രഷറർ അരുൺകുമാർ, രക്ഷാധികാരി സന്തോഷ് സേവ്യർ, വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു.